സച്ചിൻ എന്ന വികാരം കളിക്കളത്തിൽ ആവേശമായി ഇന്നും നിലനിൽക്കുന്നു. ഒരു ക്രിക്കറ്റ് താരത്തിന് രാജ്യത്തിനും ക്രിക്കറ്റ് ലോകത്തിനും നൽകാവുന്ന പരമാവധി നൽകിയാണ് സച്ചിൻ ക്രീസ് വിട്ടത്. 2013 ഹോം ഗ്രൗണ്ടായ വാങ്കഡയിൽ വിരമിക്കൽ മത്സരം പൂർത്തിയാക്കിയ സച്ചിൻ ക്രീസ് വിട്ടെങ്കിലും ഇന്ന് നിറഞ്ഞ ഗ്യാലറികൾ അദ്ദേഹത്തിനായി ആർത്തുവിളിക്കുന്നു. അതെ, ഇതിഹാസങ്ങൾക്ക് ഒരിക്കലും വിരാമമില്ല. ബാറ്റിങ്ങിൽ വിസ്മയം തീർത്ത് ആരാധകരുടെ ഹൃദയങ്ങളിൽ ഇടം നേടിയ മാസ്റ്റർ ബ്ലാസ്റ്റർ. അനുപമമായ ബാറ്റിങ്ങും കളിയോട് 100% ആത്മാർത്ഥതയും കളിക്കളത്തിന് പുറത്തെ മാന്യമായ പെരുമാറ്റവും ക്രിക്കറ്റ് ദൈവം ആരാധക മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്ത് കൊണ്ടും സച്ചിൻ നിറഞ്ഞാടി പകവീട്ടിയിട്ടുണ്ട്. ബാറ്റ് കൊണ്ട് മാത്രമല്ല പന്ത് കൊണ്ടും സച്ചിൻ നിറഞ്ഞാടി പകവീട്ടിയിട്ടുണ്ട്. സച്ചിൻ വേഴ്സസ് മോയിൻ ഖാൻ. 2004 പാകിസ്ഥാനെതിരെ നടന്ന മുൾട്ടാൻ ക്രിക്കറ്റ് ടെസ്റ്റിൽ സച്ചിൻ്റെ ഒരു മനോഹരമായ ഗൂഗ്ലി പിറന്നിട്ടുണ്ട്. ഇന്ത്യ സിമ്പിളായി ജയിക്കുമെന്ന് കരുതിയ മത്സരം മോയിൻ ഖാൻ ഒരറ്റത്ത് പിടിച്ചു നിന്ന് സമനിലയിൽ എത്തിക്കുന്ന അവസ്ഥയുണ്ടായി. ആ സമയത്താണ് സച്ചിൻ പന്തെറിയാനെത്തുന്നത്. മോയിൻ ഖാൻ അന്നേരം സച്ചിനോട് ഇങ്ങനെ പറഞ്ഞു: "ഞാനിന്ന് താങ്കളെ സിക്സർ അടിക്കും." അതിനു മറുപടിയായി സച്ചിൻ മോയിൻ ഖാനോട് പറഞ്ഞു: "ഞാൻ ഇതിനു മുൻപും നിങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്. ഇന്നും അത് ആവർത്തിക്കുക തന്നെ ചെയ്യും." സച്ചിൻ പറഞ്ഞതുപോലെ തൻ്റെ വാക്കു പാലിച്ചു. സച്ചിൻ്റെ അടുത്ത എണ്ണം പറഞ്ഞ ഒരു ഗൂഗ്ലിയിൽ മോയിൻ ഖാൻ്റെ വിക്കറ്റ് തെറിച്ചു. സച്ചിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച പന്തായാണ് വിദഗ്ധർ അതിനെ വിശേഷിപ്പിച്ചത്. അടുത്തത് സച്ചിൻ വേഴ്സസ് ജസ്റ്റിൻ കെംപ്. 2006 ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ഏകദിനത്തിൽ സച്ചിൻ പന്തെറിയുകയാണ്. വെടിക്കെട്ടു താരം ജസ്റ്റിൻ കെമ്പായിരുന്നു ക്രീസിൽ. സച്ചിൻ്റെ ആദ്യ പന്ത് തന്നെ ദക്ഷിണാഫ്രിക്കൻ താരം കെമ്പ് സിക്സറിന് പറത്തി. സിക്സർ അടിച്ചിട്ട് സച്ചിനെ പ്രകോപിപ്പിക്കുന്ന പെരുമാറ്റം നടത്തിയ കെമ്പ് സച്ചിനെ സ്ലെഡ്ജ് ചെയ്ത് കളിയാക്കുക കൂടി ചെയ്തു. തൊട്ടടുത്ത പന്തിൽ കെമ്പിൻ്റെ കുറ്റിപ്പിഴുതുകൊണ്ടാണ് സച്ചിൻ മറുപടി പറഞ്ഞത്. കെമ്പിനെ പുറത്താക്കിയ ശേഷം തൻ്റെ മുഷ്ടി ചുരുട്ടി കെമ്പിന് നേരെ റിവഞ്ച് സൈനും സച്ചിൻ കാണിക്കുകയുണ്ടായി. ഇതുപോലെ സച്ചിൻ കളിക്കളത്തിൽ പന്ത് കൊണ്ട് മറുപടി പറഞ്ഞ വേറെയും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അത് മറ്റൊരു അവസരത്തിൽ നമുക്ക് ഓർത്തെടുക്കാം.